ഈ വരുന്ന 30-ാം തീയതി നടക്കുന്ന റോട്ടറി തൃശൂർ എലൈറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വരുന്ന റോട്ടറി വർഷത്തിന്റെ പ്രസിഡന്റാണ് ശ്രീ ആന്റണി വിജയൻ. അടുത്ത വർഷത്തെ സെക്രട്ടറിയാണ് ശ്രീ ടിൻഡോ. നിലവിലെ പ്രസിഡന്റ് റോട്ടേറിയൻ രവി വിജയകുമാർ, അതുപോലെ തന്നെ നിലവിലെ സെക്രട്ടറി ജിതിൻ പി ആർ. റോട്ടറി എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും, ഒരു സർവീസ് സംഘടനയാണ്. ആ സർവീസ് സംഘടനയുടെ 3ാമത്തെ ഭാരവാഹികളാണ് ഈ വരുന്ന 30-ാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നത്. തൃശൂർ ദാസ് കോണ്ടിനെന്റൽ ഹോട്ടലിൽ വെച്ചായിരിക്കും ചടങ്ങ്. 7 മണിക്കാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വരുന്നത് പാസ് ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ സുനിൽ സക്കറിയ, പാസ് ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ TR വിജയകുമാർ എന്നിവരായിരിക്കും. അപ്പൊ ആ ചടങ്ങിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ചടങ്ങിന്റെ ഭാഗമായി ഞങ്ങള് 3 വിശിഷ്ട വ്യക്തികൾക്ക് ഒരു ആദരം, റോട്ടറി എലൈറ്റ് ആദരം എന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ആദരം ചടങ്ങിൽ ഞങ്ങൾ ആദരിക്കുന്നത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീ IM വിജയൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്തു തന്നെ നമുക്കറിയാം BCCI ലെവൽ അമ്പയറായി സ്ഥാനക്കയറ്റം ലഭിച്ച തൃശ്ശൂരിൽ നിന്നുള്ള IPL വളരെ പ്രസിദ്ധനായി തീർന്ന അഡ്വക്കേറ്റ് ടോണി ഇമ്മട്ടി എന്നിവർക്കും, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വളരെ ഏറെ സർവീസ് പ്രോജക്റ്റുകളിലൂടെ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഡോക്ടർ കീർത്തി എന്നിവർക്കാണ് ഞങ്ങൾ ഈ റോട്ടറി ആദരം നൽകുന്നത്. കൂടാതെ തന്നെ ഞങ്ങളുടെ ക്ലബിന്റെ പ്രൊജക്ട് ആയിട്ടുള്ള 3 പ്രൊജക്ടുകൾ ഞങ്ങൾ അന്നേ ദിവസം ചെയ്യുന്നുണ്ട്. സാവിയോ ഹോമിലേക്ക് സോളാർ ലൈറ്റുകൾ, അതുപോലെ ഒരു ഫാൻ എന്നിവ സംഭാവന നൽകിക്കൊണ്ട് ഞങ്ങളുടെ സർവീസ് പ്രോജക്ട്, ഈ വർഷത്തെ സർവീസ് പ്രോജക്റ്റുകൾ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കൂടാതെ ജൂലൈ 1-ാം തീയതി ഡിസ്ട്രിക്ട് 3205 പ്രോജക്ട് എന്നതിന്റെ ഭാഗമായി 20 പേഷ്യൻസിന് ഡയാലിസിസ് കിറ്റുകൾ കൂടി ഞങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഈ 30-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ വെച്ചുണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, ഇതിലേക്ക് മാത്രമല്ല ഇനി വരുന്ന റോട്ടറി വർഷത്തിൽ ഞങ്ങൾ പല സർവീസ് പ്രോജക്റ്റുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൃശ്യ മാധ്യമത്തിലൂടെ നിങ്ങൾ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് പറയുന്നു. കൂടുതൽ എന്തെങ്കിലും